ബിനോയ് വിശ്വം CPIയുടെ അന്തകനോ? ഇന്ന് CPIയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് വൈക്കത്തെ മുൻ MLA കെ അജിത്ത് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതോടുകൂടി ചർച്ച കുറച്ചുകൂടി സജീവമായി. ഒരു കാലഘട്ടത്തിൽ വൈക്കത്തിൻ്റെ ശബ്ദമായി നിന്നിരുന്ന MK കേശവന്റെ മകനാണ് അജിത്ത്. അതും ചർച്ചയുടെ മർമ്മപ്രധാന വിഷയമാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിതം കളഞ്ഞവരുടെ പിൻതലമുറക്കാർ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്നേ പറയാൻ പറ്റൂ. കാനൻ രാജേന്ദ്രന് ശേഷം ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് പാർട്ടിയെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിരുന്നുവെന്നാണ് വിമർശകർ പറയുന്നത്. ഒരു തീരുമാനം എടുക്കുവാനോ അത് കൃത്യമായി നടപ്പിലാക്കുവാനോ കഴിവില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഉണ്ടെന്ന ഒരു ഖ്യാതി ഉണ്ടെങ്കിൽ അത് ബിനോയ് വിശ്വത്തിന് സ്വന്തമായിരിക്കും. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാകാം ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തലയെടുപ്പുള്ള നേതാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു സ്ഥാനമാണിത്, ഒരു കസേരയാണിത്. എന്നാൽ ഇന്ന് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്ന പദപ്രയോഗത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനമാണ് സെക്രട്ടറി സ്ഥാനം. അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിൽ പ്രേം നസീർ ഉമ്മറിനെ പുകഴ്ത്തിപ്പാടുന്ന ഒരു പാട്ടുണ്ട്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ എന്ന് തുടങ്ങുന്ന ആ പാട്ട് ഇന്ന് യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ കാര്യത്തിൽ സത്യമായി മാറിയെന്നാണ് വിമർശകർ പറയുന്നത്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്നത് നല്ലതാണ്. എന്നാൽ ആ തീരുമാനം ഏത് രീതിയിൽ തനിക്ക് തിരിച്ചടിക്കുമെന്ന് മാത്രം ആലോചിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് ഭൂഷണമല്ല. സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഇയാൾ താൻ ഒരു സത്യസന്ധനാണെന്ന് തെളിയിക്കാനുള്ള വിപ്രാളത്തിലാണ് പാർട്ടിയെ ആത്മാവില്ലാത്ത പ്രസ്ഥാനമായി തീർക്കുന്നത്. ഇതുപോലെ പ്രശ്നങ്ങളെ നേരിടാൻ ചങ്കൂറ്റമില്ലാത്തവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചാൽ ആ പാർട്ടി എന്നേക്കുമായി അസ്തമിക്കും, യാതൊരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഒരു പാർട്ടി ഇടതുപക്ഷ പാർട്ടികളിൽ അത് CPI മാത്രമായിരിക്കും. 25 സീറ്റിൽ മത്സരിച്ച് 18 MLAമാർ കൈവശമുള്ള CPIക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ 10 MLAമാരെ കിട്ടിയാൽ ഭാഗ്യമെന്നാണ് അറിവുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കൃത്യമായി പഠിച്ച സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചില സീറ്റുകളിൽ ആവശ്യമായ വച്ചുമാറ്റം വരുത്തുകയും ചെയ്താൽ പറവൂരിൽ പ്രതിപക്ഷ നേതാവിനെ പോലും തോൽപ്പിക്കുവാൻ CPIക്ക് സാധിക്കും. എന്നാൽ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ പോലും ചിലരെ ഭയന്ന് അവരുടെ ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കി എങ്ങനെ തോൽപ്പിച്ചെടുക്കാമെന്ന ഗവേഷണത്തിലാണ് പാർട്ടി സെക്രട്ടറി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലം. പാർട്ടിയിലെ ഒരു മന്ത്രിയുടെ അടുത്ത ബന്ധുവായ സ്ഥാനാർത്ഥി മോഹിയെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന അഭ്യാസങ്ങൾ മുഴുവൻ. മൂവാറ്റുപുഴ സീറ്റ് പെരുമ്പാവൂരുമായി വെച്ചുമാറി PK വാസുദേവൻ നായരുടെ മകളെ മത്സരിപ്പിക്കാമെന്ന ഒരാശയം പാർട്ടിക്കുള്ളിൽ ചിലർ ഉന്നയിച്ചുവെങ്കിലും മറ്റു ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ പാർട്ടി സെക്രട്ടറി നിസ്സഹായനായി കൈയും കെട്ടി നിൽക്കുന്നു. ബിനോയ് വിശ്വത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന് ആരെയും വിശ്വാസമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അദ്ദേഹത്തെയും വിശ്വാസമില്ലെന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പരാജയ കാരണം. നിർഗുണ പരബ്രഹ്മം എന്നെല്ലാം പറയുന്നത് ഇദ്ദേഹത്തെ കണ്ടിട്ടാണോ എന്ന് പോലും സംശയിച്ചു പോകും. അതിപ്രഗത്ഭരായ പാർട്ടി സെക്രട്ടറിമാർ വാണിരുന്ന CPIക്ക് ഇന്ന് അതിൻ്റെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാക്കിയത് പാർട്ടി സെക്രട്ടറിയുടെ ഗുണവധികാരം കൊണ്ട് മാത്രമാണ്. തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവർ പാർട്ടിക്കാർ എത്ര നിർബന്ധിച്ചാലും ആ കസേരയിൽ ഇരിക്കരുത്. അത് പാർട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം തന്നെയാണ്. താൻ ആ കസേരയിലേക്ക് യോജിച്ചവനല്ലെന്ന് പറയുവാനുള്ള ആർജവമെങ്കിലും ഉണ്ടാവണം. അജിത്തിനെ പോലെയുള്ളവരെ പാർട്ടിക്ക് പുറത്ത് പോകുവാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കിയത് വൈക്കംകാരൻ കൂടിയായ പാർട്ടി സെക്രട്ടറിയുടെ പിടിപ്പുകേട് തന്നെയാണ്. ഏതായാലും CPIയുടെ അന്ത്യകർമ്മങ്ങൾ അത് ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും.